ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിൽ അല്ലാഹുവിന്റെ പ്രധാനപ്പെട്ട 3 ഇസ്മുകളാണ് അല്ലാഹു ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അല്ലാഹ്, അർ-റഹ്മാൻ, അർ-റഹീം. ആ 3 ഇസ്മുകൾക്കും വലിയ മഹത്വം ഉണ്ട്. ആ 3 ഇസ്മുകളും ഉൾപ്പെട്ട ഒരു ദിക്റാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നത്. അത് വലിയ കാവലാണ് സഹോദരങ്ങളെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പതിവാക്കുന്ന ആളോട് ബിസ്മി പൂർണ്ണമായും ചൊല്ലണമെന്നാണ് ഒരു നിർദ്ദേശം. എന്തേ കാരണം? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ആയത്ത് അക്ഷരം വെച്ചൊന്ന് കൂട്ടി നോക്കൂ, 19 അക്ഷരമാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മൊത്തം 19 അക്ഷരമാണ്. അത് വലിയൊരു കാവലാണ്. 19 മലക്കുകളിൽ നിന്ന് വലിയൊരു കാവലാണ്. എവിടെയാ 19 മലക്കുകൾ നിൽക്കുന്നത്? അലൈഹാ 19, നരകത്തിന്റെ ചുറ്റുഭാഗത്തായി. നരകം കാക്കുന്ന മലക്കുകൾ 19 എണ്ണമാണ് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. ആ 19 മലക്കുകൾക്കാണ് അല്ലാഹു തആല ഓർഡർ നൽകിയിരിക്കുന്നത്. നരകത്തിലേക്ക് പോകേണ്ട ആളുകളുടെ അടയാളങ്ങളും കാര്യങ്ങളും മനസ്സിലാക്കി നരകത്തിലേക്ക് അവരെ വലിച്ചിടാനും തള്ളിയിടാനും അതിലേക്കുള്ള വഴികൾ തുറന്നു കൊടുക്കാനുമൊക്കെ 19 സബാനിയത്തിനെയാണ് അല്ലാഹുവിടെ നിർത്തിയിരിക്കുന്നത്. ഉസ്താദേ, നരകം എത്ര വലിയൊരു ലോകമാണ്. എന്നിട്ടാകെ കാവലിന് 19 മലക്കുകൾ മതിയോ? അതിലധികം വേണ്ടേ? പോരാ. 19 എണ്ണം എന്തിനാണ്? ഒന്ന് തന്നെ നിങ്ങൾ കൂട്ടി നോക്കൂ, എത്രയാണ് ഒന്നിന്റെ വിശാലത. ഒരു സാധാരണ മലക്കല്ലല്ലോ അത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, മാ ബൈന മൻകിബൈ അഹദിഹിം, ആ 19 ഒരാളുടെ 2 ചുമലിനിടയിലുള്ള വിശാലത, മാ ബൈനൽ മശ്രിഖി വൽ മഗ്രിബി, ഒരൊറ്റ മലക്കിന്റെ 2 തോളിന്റെ ഇടയിലുള്ള അകലം മശ്രിഖ് മഗ്രിബിന്റെ ഇടയിലുള്ള അത്രയും ഉണ്ടെന്ന് പറയുമ്പോ ഒരു മലക്ക് തന്നെ ധാരാളമല്ലേ? എന്തിനാ സഹോദരങ്ങളെ 19 എണ്ണം? ആ 19 മലക്കുകൾ ഒരു സാധാരണ ശക്തിയാണോ? അല്ല. സാധാരണ ആരോഗ്യമാണോ? അല്ല. സാധാരണ സ്വഭാവമാണോ? അല്ല. അവരിൽ നിന്ന് വലിയൊരു കാവൽ നിനക്ക് ലഭിക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ലുന്നിടത്തൊക്കെ പൂർണ്ണമായും ചൊല്ലുക. അതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലുന്നിടത്ത് ചുരുക്കാതിരിക്കുക. ഭക്ഷണം കഴിക്കുമ്പോഴും പൂർണ്ണ ബിസ്മി ചൊല്ല, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വെള്ളം കുടിക്കുമ്പോഴും പൂർണ്ണ ബിസ്മി ചൊല്ല, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അറവ് നടത്തുമ്പോഴും ബിസ്മി പൂർണ്ണമായി ചൊല്ല, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മി ചൊല്ലുന്ന ഏതെല്ലാം ഘട്ടങ്ങളുണ്ട് നിത്യജീവിതത്തിൽ, ബിസ്മി പൂർണ്ണമായി ചൊല്ലുക. അതൊരു പ്രധാനപ്പെട്ട ഒരു സുന്നത്തും കൂടിയാണ്. അതുകൊണ്ട് കിട്ടുന്നൊരു നേട്ടമാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമിന്റെ മഹത്വങ്ങൾ വിശദീകരിച്ചപ്പോ ഖുർആൻ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചത്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, നബിയേ തങ്ങൾ പറയണം, അഊദു ബിറബ്ബിൽ ഫലഖ്, അഊദു ഞാൻ കാവൽ ചോദിക്കുന്നു, ബിറബ്ബിൽ ഫലഖ്, ഫലഖിന്റെ രക്ഷിതാവിനോട് ഞാൻ കാവൽ ചോദിക്കുന്നു. ഫലഖ് എന്ന് പറയുന്ന വാക്കിന്റെ ഒരു വിവക്ഷ പൊട്ടിവിടരുന്നത്, പൊട്ടിവിളരുന്നത് എന്നാണ്. ഓരോ സംഗതിയും മറ്റൊന്നിൽ നിന്ന് പൊട്ടി പുറപ്പെടുന്നതാണ്. സൃഷ്ടിജാലങ്ങൾ മുഴുവനും എടുത്തു നോക്കൂ. എല്ലാ സൃഷ്ടിജാലങ്ങളും ഒന്ന് മറ്റൊന്നിൽ നിന്ന് ഉത്ഭൂതമായതാണ്. തനിയെ ഉത്ഭൂതമായ ഒറ്റ സൃഷ്ടിയും ലോകത്താർക്കും കാണാൻ കഴിയില്ല. ഒന്ന് മറ്റൊന്നിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ടതാണ്. അങ്ങനെയല്ലാതെ ഏതെങ്കിലും ഒരു സൃഷ്ടി ഇവിടെ പറയാൻ ആർക്കെങ്കിലും കഴിയുമോ? ഇല്ല. മനുഷ്യനാകട്ടെ, മരമാകട്ടെ, മറ്റു ജീവജാലങ്ങളാകട്ടെ, അചേതന വസ്തുവാകട്ടെ,
ഒന്ന് മറ്റൊന്നിൽ നിന്ന് പൊട്ടിപ്പുറപ്പെടുന്നതാണ്. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, അതേ ഫലഖിന്റെ രക്ഷിതാവിനോട് ഞാൻ കാവൽ ചോദിക്കുന്നു. അല്ല, ഫലഖ് എന്ന് പറയുമ്പോ പൊട്ടിവിടരുന്നത് എന്നതിൽ അർത്ഥമാക്കിയിടത്ത് തന്നെ പ്രഭാതം, പൊട്ടിവിടരുന്ന പ്രഭാതത്തിന്റെ നാഥനോട്. പൊട്ടിവിടരുന്ന പ്രഭാതം എല്ലാവർക്കും വ്യക്തമാകുന്ന ഒന്നാണല്ലോ. നേരത്തെ കൂരിരുട്ടല്ലേ, ആ ഇരുട്ട് മുഴുവനും ഭേദിച്ചുകൊണ്ട് ഇപ്പയതാ സുബ്ഹി നന്നായി പൊട്ടിവിടർന്ന് പ്രകാശം വിതറുന്നു. ഈ പ്രകാശം വിതറുന്നത് ഒറ്റയടിക്കാണോ? അല്ല, ഘട്ടം ഘട്ടമായിട്ടാണ്. എന്തേ അള്ളാഹു അങ്ങനെ വെച്ചത്? അള്ളാഹുവിന്റെ കഴിവും ശക്തിയും യുക്തിയും സൃഷ്ടികളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ്. ഒറ്റയടിക്ക് പ്രഭാതം അങ്ങോട്ട് വിടർത്താൻ അള്ളാഹുവിന് കഴിയാഞ്ഞിട്ടാണോ? അല്ലേ, അല്ല. പ്രഭാതം തന്നെ, പൊട്ടിവിടരുന്ന പ്രഭാതം ഒരു യാഥാർത്ഥ്യമാണ്. പ്രഭാതം എന്നും പൊട്ടിവിടരുന്നുണ്ടോ? ഉണ്ട്. നേരത്തെ ഇരുട്ട് മുഴുവനും ഭേദിച്ചുകൊണ്ട് നീക്കിയിട്ട് നല്ല വെളിച്ചം പുറത്തേക്ക് ഇങ്ങനെ വരുമ്പോ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ഒരു നിരീക്ഷണവും അല്ലാഹുവിന്റെ ഒരു ശിക്ഷണവും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന നിയന്ത്രണവും പഠിക്കാൻ ഏറ്റവും നല്ലതല്ലേ പൊട്ടിവിടരുന്ന പ്രഭാതം. പൊട്ടിവിടരുന്ന പ്രഭാതം അത് സമ്മതിക്കാത്തവരാരുമില്ലല്ലോ, ഇല്ല. അംഗീകരിക്കാത്തവരാരുമില്ലല്ലോ, ഇല്ല. സുബ്ഹി സഹോദരങ്ങളെ, സുബ്ഹി വാങ്ങു കൊടുക്കുന്നതിന്റെ മുമ്പ് അതേ ഒരു ഫജ്ർ ഇവിടെ പൊട്ടി വിടർന്നിട്ടുണ്ട്. ഫജ്ർ തന്നെ, ഫജ്ർ സ്വാദിഖും ഫജ്ർ കാദിബും ഉണ്ട്. ആ ഫജ്ർ ഇങ്ങനെ പൊട്ടി വിടർന്ന് യഥാർത്ഥത്തിൽ പ്രകാശം പല ഭാഗത്തേക്കും പരന്ന് തുലൂഉൽ ഫജ്ർ ഉണ്ടായതിനു ശേഷം സുബ്ഹാനല്ലാഹ് ഫജ്ർ സ്വാദിഖ് വെളിവാകുമ്പോ അതാ സുബ്ഹി വാങ്ങി കൊടുക്കുന്നു. ഫജ്ർ സ്വാദിഖ് വെളിവാകുന്നതിന്റെ മുമ്പ് നമ്മുടെ നാട്ടിലില്ലെങ്കിലും പലയിടങ്ങളിലും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് മറ്റൊരു ബാങ്ക്. ഫജ്ർ കാദിബേ അപ്പായിട്ടുള്ളൂ. സുബ്ഹിന്റെ മുമ്പുള്ള വാങ്കാണ് തഹജ്ജുദിന്റെ വാങ്ക് എന്ന് പറയും. അതേ സുബ്ഹിന്റെ വാങ്ക് കൊടുക്കുമ്പോ മദീന പള്ളിയിലെത്തിയ സ്വഹാബത്ത് മുഴുവനും സുബ്ഹി വാങ്ക് കൊടുക്കാൻ വേണ്ടി മദീന പള്ളിയിൽ നിയുക്തനായിരുന്നത് രണ്ട് കണ്ണിനും കാഴ്ചയില്ലാത്ത സ്വഹാബി വര്യൻ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു ആയിരുന്നല്ലോ. അവരാണ് സുബ്ഹിന്റെ വാങ്ക് കൊടുത്തിരുന്നത്. സുബ്ഹിന്റെ മുമ്പുള്ള വാങ്ക് കൊടുത്തിരുന്നത് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു ആണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരുന്നത്, ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ പ്രഭാതത്തിലെ വാങ്ക് കേൾക്കുമ്പോൾ നിങ്ങൾ ഭക്ഷണം കഴിച്ചോളൂ. അതേ സമയത്ത് അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹുവിന്റെ വാങ്കാണോ കേൾക്കുന്നത്, അപ്പൊ നിങ്ങൾ ഭക്ഷണം കഴിക്കരുത്, സുബ്ഹിന്റെ ടൈം ആയിട്ടുണ്ട് എന്നർത്ഥം. രണ്ട് കണ്ണിനും കാഴ്ചയില്ലാത്ത ഈ സ്വഹാബി എങ്ങനെ വാങ്ക് വിളിക്കും? നേരമറിയുമോ? പള്ളിയിൽ വന്ന് നിൽക്കുന്ന സ്വഹാബിമാര് പറയും അസ്ബഹത അസ്ബഹത, സുബ്ഹിയായി സുബ്ഹിയായി എന്ന് പറയും. അപ്പോൾ മഹാനവർകൾ വാങ്ക് വിളിക്കുന്നിടത്തേക്ക് കയറി നിൽക്കും. എന്നിട്ട് സുബ്ഹിന്റെ വാങ്ക് വിളിക്കും. അപ്പോൾ ആ സുബ്ഹിയാകുന്നത് പൊട്ടി വിടരുന്നത് നേർക്ക് നേരെ കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്നൊരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം ലോകത്ത് സൃഷ്ടിച്ച് സംവിധാനിക്കുന്നത് റബ്ബ് സുബ്ഹാനഹു വ തആലയാണ്. എല്ലാം അവന്റെ സൃഷ്ടിപ്പ് തന്നെയാണ്. അതേ, നിനക്ക് നിഷേധിക്കാൻ കഴിയാത്ത ഒന്ന് നിനക്ക് സമ്മതിക്കാനും അംഗീകരിക്കാനും ഒന്ന് ചേർത്തി പറഞ്ഞു എന്നേ ഉള്ളൂ. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ആ ഫലഖിന്റെ രക്ഷിതാവിനോട് ഞാൻ കാവൽ ചോദിക്കുന്നു, അല്ലാഹുവിനോട് കാവൽ ചോദിക്കുന്നു എന്ന് നേരിട്ട് പറയാതെ ഒരു വിശേഷണം ഇവിടെ സ്ഥിരപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞത് നേരിട്ട് സഹോദരങ്ങളെ അഊദു ബില്ലാഹി എന്ന് പറയുമ്പോ പലർക്കും
സന്ദേഹമാണ്, പലർക്കും സംശയമാണ്. അതേ സമയത്ത് ഫലക്കുണ്ടോ? ഫലക്കുണ്ട്. എല്ലാവരും പറയുന്നു പ്രഭാതം പൊട്ടി വിടരുന്നുണ്ട്. വിശ്വസിച്ചവരും പറയുന്നു, വിശ്വസിക്കാത്തവരും പറയുന്നു. അതിനൊരു റബ്ബുണ്ടോ എന്ന് ചോദിച്ചാൽ അതിനും ഉണ്ട് എന്ന് പറയുന്നു. പക്ഷേ അല്ലാഹു എന്ന് പറയുമ്പോഴേക്ക് പലരും മാറിപ്പോവുകയാണ്. അതുകൊണ്ടാണ് അല്ലാഹു തആല ജനങ്ങളൊക്കെ ഒന്ന് ഏക മനസ്സോടെ കേൾക്കട്ടെ എന്ന രൂപത്തിൽ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഫലഖിന്റെ റബ്ബിനോട് ഞാൻ കാവൽ ചോദിക്കുന്നു. മിൻ ശർരി മാ ഖലഖ, അവൻ പടച്ചു വെച്ച, അല്ലാഹു സൃഷ്ടിച്ചു വെച്ച എല്ലാറ്റിന്റെയും കെടുതിയിൽ നിന്ന് അല്ലാഹുവിനോട്, ഫലഖിന്റെ റബ്ബിനോട് ഞാൻ കാവൽ ചോദിക്കുന്നു. അല്ലാഹു സൃഷ്ടിച്ചു വെച്ച മുഴുവനും അവിടെ എണ്ണി പറഞ്ഞു. ഇനി ഒന്നും അതിൽ പെടാത്തതില്ല. എന്തെല്ലാം സൃഷ്ടിജാലങ്ങളുണ്ടോ സഹോദരങ്ങളെ, സൃഷ്ടിജാലങ്ങളല്ലേ. അല്ലാഹുവും അല്ലാഹുവിന്റെ കലാമും കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഇവിടെ മഖ്ലൂഖാത്തല്ലേ. എല്ലാം സൃഷ്ടികൾ തന്നെയല്ലേ. മനുഷ്യരും സൃഷ്ടിയാണ്, ജിന്നും സൃഷ്ടിയാണ്, മലക്കും സൃഷ്ടിയാണ്, മരങ്ങൾ സൃഷ്ടിയാണ്, മൃഗങ്ങൾ സൃഷ്ടിയാണ്, പാമ്പും തേളും ജന്തുക്കളും പ്രാണികളും എല്ലാം സൃഷ്ടിയാണ്. ഇവിടെ കാണുന്ന ഉപകരണങ്ങൾ മുഴുവനും സൃഷ്ടിജാലങ്ങളാണ്. എല്ലാ സൃഷ്ടികളുടെയും ഷർറിൽ നിന്ന് അല്ലാഹുവിനോട് ഞാൻ കാവൽ ചോദിക്കുന്നു. ഇനി അതിൽ ഉൾപ്പെടാത്തതൊന്നുമില്ല. പക്ഷേ സഹോദരങ്ങളെ, 2-3 പ്രത്യേകിച്ച് എടുത്തു പറയുന്നുണ്ടല്ലോ. അതാ മഖ്ലൂഖാത്തിന്റെ കൂട്ടത്തിൽ, ഷർറുള്ളതിന്റെ കൂട്ടത്തിൽ കുറച്ച് കഠിനമേറിയതാണ്. അതുകൊണ്ടാണ് അത് സ്പെഷ്യലായി എടുത്തു പറയുന്നത്. മിൻ ശർരി മാ ഖലഖ എന്ന് പറഞ്ഞതിൽ പെട്ട് തന്നെയാണ് ശേഷം വരുന്ന 3 ആയത്തിൽ പറയുന്നത്. പക്ഷേ അതൊരു സാധാരണ ഷർറല്ല, കുറച്ച് കരുതേണ്ട, സൂക്ഷിക്കേണ്ട ഷർറാണ്. എല്ലാ ഷർറും ഒരുപോലെ അല്ലല്ലോ. ഷർറിൽ നിന്ന് നല്ല കാവൽ ചോദിക്കണ്ടേ? കാവൽ ചോദിക്കണം. കാവൽ ചോദിക്കുക എന്നുള്ളൊരു വിഷയമാണ് ഈ സൂറത്തിന്റെ തുടക്കത്തിൽ. നമുക്ക് ഇപ്പത് വളരെ കുറവാണ് അല്ലേ. കാവൽ എന്ന് പറഞ്ഞ സംഗതി അള്ളാഹുവിനോട് ചോദിക്കേണ്ടത് തന്നെ. നിങ്ങൾ നോക്ക്, അള്ളാഹുവിനോട് കാവൽ ചോദിച്ചതിന്റെ പേരിൽ എത്രമാത്രം വലിയ കാവലാണ് അള്ളാഹു തആല കൊടുത്തത്. വർഷങ്ങളോളം മക്കളില്ലാതെ അങ്ങനെ കഴിഞ്ഞിരുന്ന ബഹുമാനപ്പെട്ട ഇമ്രാൻ അലൈഹിസ്സലാം എന്നവരുടെ ഭാര്യയായ ഹന്നത്ത് ബീവി റളിയല്ലാഹു അൻഹ, ഹന്നത്ത് ബീവി റളിയല്ലാഹു അൻഹ, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ ഭർത്താവിൽ നിന്ന് ഗർഭധാരണം നൽകി എന്ന് മനസ്സിലാക്കിയപ്പോൾ മഹദി പറഞ്ഞു, ഇന്നി നദർതു ലക മാ ഫീ ബത്നി മുഹററൻ ഫതഖബ്ബൽ മിന്നി ഇന്നക അൻതസ് സമീഉൽ അലീം. പടച്ചോനെ, എന്റെ ബത്തിൽ, എന്റെ പള്ളയുടെ ഉള്ളില് ഒരു കുഞ്ഞിനെ നീ തരുന്നതിന്റെ ഒരവസ്ഥ ഞാനിപ്പോ അനുഭവിക്കുന്നുണ്ട്. ഗർഭധാരണം നടന്നിട്ടേ ഉള്ളൂ, പ്രസവിച്ചിട്ടില്ല. ഈ വയറ്റിലുള്ള കുട്ടിയെ നിന്റെ ബൈത്തുൽ മഖ്ദിസിന്റെ ഖാദിമാക്കിയിട്ട് ഞാൻ നേർച്ചയാക്കി എന്ന് പറഞ്ഞു. പഴയകാലത്ത് വാപ്പാർക്കും ഉമ്മാർക്കൊക്കെ അങ്ങനെ ഒരു നേർച്ച ഉണ്ടായിരുന്നു, ഒരു പുണ്യ നേർച്ച. ഇപ്പൊ പിന്നെ അങ്ങനെ നേർച്ചയാക്കാൻ ആരും നിൽക്കല്ല. എന്താ നിൽക്കാത്തത് അറിഞ്ഞൂടാ. അങ്ങനെ നേർച്ചയാക്കിയിട്ട് കുട്ടികൾ ആ വിധത്തിൽ നല്ല നല്ല ആലിമീങ്ങളാകണം, നല്ല ഹാഫിലീങ്ങളാകണം, നല്ല ദീനിന്റെ ഖാദിമീങ്ങളാകണം എന്നുദ്ദേശിച്ചുകൊണ്ട് പഴയ കാലത്ത് അങ്ങനെ നേർച്ചയാക്കാറുണ്ടായിരുന്നു. ഹന്നത്ത് ബീവി റളിയല്ലാഹു അൻഹ നേർച്ചയാക്കി അങ്ങനെ ഒരു നേർച്ച. പക്ഷേ പ്രസവം കഴിഞ്ഞു നോക്കുമ്പോൾ അത് പെൺകുട്ടിയാണ്. പള്ളിയുടെ ഖിദ്മത്തിന് അന്നെന്ന് പറഞ്ഞ കാലം ഏതാ? കുറെ നൂറ്റാണ്ടുകൾക്ക് മുമ്പല്ലേ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊക്കെ പിറക്കുന്നതിന്റെ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആ കാലം. ജനിച്ചു നോക്കുമ്പോ ആ കുട്ടി പെൺകുട്ടിയായപ്പോ പടച്ചോനെ, ഞാൻ ഉദ്ദേശിച്ചത് ഒരാൺകുട്ടിയായിരുന്നെങ്കിൽ ഈ ആൺകുട്ടിയെ ബൈത്തുൽ മഖ്ദിസിന്റെ ഖിദ്മത്തിന് അങ്ങോട്ട് കൊടുക്കായിരുന്നു എന്നാണ് ഞാൻ നേർച്ചയാക്കിയത്. ആ നേർച്ചയുടെ ഇഖ്ലാസ് കൊണ്ട് അല്ലാഹു തആല നേർച്ച സ്വീകരിച്ചു. ആ കുട്ടി പിറന്ന ഉടനെ
ഹന്നത്ത് ബീവി റളിയല്ലാഹു അൻഹാ ആ കുട്ടിയെ തന്റെ കൈകളിലേക്ക് എടുത്ത് പ്രസവിച്ച ഉടനെ തന്നെ മഹദി ചൊല്ലിപ്പോയി, വഇന്നി ഉഈദുഹാ ബിക വദുർരിയതഹാ മിനശ് ശൈത്വാനിർ റജീം. ഉടനെ എന്ന് പറഞ്ഞാൽ ഉടനെ, പ്രസവിച്ച ഉടനെ വാങ്കൊടുത്ത ഉടനെ തന്നെ അതേ കാതിര് ഒരു ഇഖ്ലാസ് സൂറത്ത്, മറ്റേ കാതിര് ഇഖാമത്തും, ഉടനെ തന്നെ വഇന്നി ഉഈദുഹാ ബിക വദുർരിയതഹാ മിനശ് ശൈത്വാനിർ റജീം എന്ന ദിക്ർ. എല്ലാ അപശബ്ദങ്ങളും കഴിഞ്ഞ ശേഷമല്ല, ഉടനെ തന്നെ. അത് നടന്നിരുന്നു മുമ്പ് കുറെയൊക്കെ അല്ലേ. കാരണം അന്ന് സഹോദരിമാരൊക്കെ ഏതെങ്കിലും ഒരു സഹോദരിക്ക് പ്രസവവേദന വന്നാൽ അപ്പുറത്തും ഇപ്പുറത്തുമൊക്കെ രണ്ട് ഉമ്മമാര് വന്ന് അവര് കുറച്ച് ദിക്റൊക്കെ ചൊല്ലി, നഫീസത്തുമാലയും ഡിഫായിമാലയൊക്കെ ചൊല്ലി ഒന്ന് റാഹത്തോടൊന്നും ഇങ്ങനെ കിടന്ന് നല്ല റാഹത്തോടൊന്ന് പ്രസവിച്ച്. ഇപ്പൊ ഗർഭധാരണം നടക്കുന്ന 1-ാം ഡേറ്റിൽ തന്നെ ഹോസ്പിറ്റലിൽ എത്തണം എന്നുള്ള തീരുമാനത്തിലാണ് ഉള്ളത്. അങ്ങനെ പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ചൊല്ലേണ്ടത് കൃത്യമായിട്ട് ചൊല്ലാനുള്ള ആള് അടുത്ത് തന്നെ ഒരു പെണ്ണുണ്ടെങ്കിൽ, ആണായാലും പെണ്ണായാലും കുഴപ്പമൊന്നുമില്ല, അടുത്ത് തന്നെ ഒരു പെണ്ണുണ്ടെങ്കിൽ ഏറ്റവും ഹൈറാണ്. എല്ലാവിധ ടെസ്റ്റും കഴിഞ്ഞതിന് ശേഷമല്ല. അതുകൊണ്ടാണ് ഉപ്പമാരെ, സഹോദരിമാരെ, സഹോദരങ്ങളെ, നമ്മുടെ മക്കൾ നമ്മൾ വിചാരിക്കും പോലെയുള്ള വഴികളിലേക്ക് അവരെ പിടിച്ചിട്ട് കിട്ടാത്തതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം. അവിടെ നിൽക്കുന്നത് ഈ പെണ്ണിന്റെ ഉമ്മയോ ഈ പെണ്ണിന്റെ അമ്മായിമ്മയോ ബന്ധപ്പെട്ട ഏതൊരു പെണ്ണാണെങ്കിലും ഉടനെ കൊടുക്കുക എന്ന് പറയുന്ന ആ വാങ്കും ഇഖാമത്തും ദിക്റും ഉടനെ തന്നെ നടത്തിയേക്കണം. പുറം ലോകത്തേക്ക് ആ കുട്ടി എത്തിയ അതേ സെക്കൻഡിൽ വേറുള്ളവരൊക്കെ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്ത് എല്ലാ ടെസ്റ്റും ഇഷ്ടം കിടന്ന് ഓല വർത്താനങ്ങളോ ഓല ഇംഗ്ലീഷും മംഗ്ലീഷും കഴിഞ്ഞിട്ട് ശേഷമല്ല, സ്പോട്ടിൽ. എന്താ അങ്ങനെ നടത്തിക്കൂടെ? അതിനാണ് ഈ പ്രായമുള്ള അമ്മമാരൊക്കെ അടുത്ത് പോയി നിൽക്കണ്ടേ. എല്ലാ സംഗതി കഴിഞ്ഞോ ഇല്ലെന്ന് റിസൾട്ട് ഫോട്ടോ എടുത്താണ് മക്കളോർക്ക് അയക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല. ഇപ്പൊ അതാ തിരക്ക്. ഫോട്ടോ എടുത്താണ് എങ്ങനെയാ മുഞ്ചി എന്നുള്ള മക്കളോർക്ക് അയക്കായിട്ട്. ഈ പ്രായമുള്ള ഉമ്മമാര് ഈ കുട്ടിയുടെ പ്രസവിക്കാനായ ഈ പെൺകുട്ടിയുടെ അടുത്ത് പോയി നിൽക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം അതാ. വാങ്ങൊടുക്കാൻ ആണെന്നാകണമെന്നില്ല അവിടെ, അത് ഇവിടുത്തെ പള്ളിയിലെ വാങ്ങണം. ഈ നാളെ ഇതിന്റെ താത്ത കൊടുന്ന് നിർത്തരുതേ, ഇതിനാണെന്നെ വേണം. കുട്ടികൾക്ക് കാതില് വാങ്ങൊടുക്കാൻ പെണ്ണായാലും മതി, അവിടെ വാങ്ങൊടുക്കുക, ഇഖാമത്ത് കൊടുക്കുക. ഹന്നത്ത് ബീവി ചൊല്ലിയ ഈ ദിക്ർ ഒരു മാറ്റവും ഇല്ലാതെ അങ്ങനെ ചൊല്ലുക. വഇന്നി ഉഈദുഹാ ബിക വദുർരിയതഹാ മിനശ് ശൈത്വാനിർ റജീം. ജനിച്ച ഉടനെ തന്നെ അങ്ങോട്ട് ചൊല്ലിയപ്പോ അല്ലാഹു തആല കൊടുത്ത കാവൽ നോക്ക് നിങ്ങൾ. മറിയം ബീവി റളിയല്ലാഹു അൻഹയെ ഒരിക്കൽ പോലും ശൈത്താൻ തൊട്ടിട്ടില്ല. ഏത് കുട്ടിയും ജനിച്ചിട്ട് നമ്മക്കെന്താ ബേജാറെന്നറിയോ? ആ കുട്ടി ഒന്ന് കരയായിട്ടൊന്ന് ചിരിക്കായിട്ട്, അതാ നമുക്ക് ബേജാറ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ജനിച്ച ഏത് കുട്ടിയും ഒരു കരച്ചിൽ കരയുന്നത് പിശാച് രണ്ട് ഞെക്ക് ഞെക്കിയിട്ടാണ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഞമ്മക്ക് തിരിഞ്ഞിട്ടാ കരഞ്ഞു, ചിരിച്ചോ, അപ്പൊ മനുഷ്യൻ തന്നെയാണ്. അത് വിലയിരുത്തായിട്ടാ നമുക്ക് ബേജാറ്. പ്രസവിച്ച് ആ കുട്ടി ഭൂമി ലോകത്തേക്ക് പറന്ന് വീണ ഉടനെ തന്നെ എടുത്തുകൊണ്ട് ബാങ്കു ഇഖാമത്തും കൊടുത്ത് ദിക്ർ ചൊല്ലിയേക്കണം. അതിനാണ് വല്യമ്മമാരെ, അമ്മായിമ്മമാരെ നിങ്ങൾ അവിടെ പോയിട്ട് ഇങ്ങനെ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിനാണ് കാര്യമായിട്ട്. അതാ നിർവഹിക്കേണ്ടത്, റിസൾട്ട് തരാനല്ല. അത് പിന്നെയും കിട്ടും. ഇതിപ്പോ എന്താ ചെയ്യലങ്ങള് അവിടെ നിന്നൊക്കെ കഴിഞ്ഞ് ആ കുട്ടിയൊക്കെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് റൂമിലേക്ക് കൊടുന്ന് വാങ്ങെടുത്താ അല്ല, പള്ളിക്കത്തെ വാങ്ങെടുത്തില്ല, അവിടെ ഒരു വാങ്ങെടുത്താല് മണിക്കൂർ ഒന്നോ കഴിഞ്ഞിട്ട് പിശാച്ച് 1, 2, 3, 10 നക്കലൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോഴല്ല സഹോദരങ്ങളെ, സഹോദരിമാരെ, കാവൽ ചോദിക്കേണ്ട ഘട്ടത്തിൽ തന്നെ ചോദിക്കണം. അതിന്റെ ഒരു കുറവ് വല്ലാതെ അനുഭവിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു,
ജനിച്ച ഏത് കുട്ടിയെയും അങ്ങനെ വന്ന് പിശാചൊരു ഞെക്ക് ഞെക്കുന്നുണ്ട്. അവന്റെ പെരടിയുടെ 2 ഭാഗത്ത് 2 ഞെക്ക് ഞെക്കുമ്പോഴാണ് കുട്ടി അങ്ങ് കരയുന്നത്. സുബ്ഹാനല്ലാഹ്, ഇല്ലാ മറിയം വബ്നഹാ, മറിയം ബീവിയെ പിശാച് അങ്ങനെ നെക്കിയിട്ടില്ല. ഞാൻ വിചാരിച്ചു വേറെന്തോ സംഗതിയാണ്. മറിയം ബീവിന്റെ മകനെയും അങ്ങനെ ഞെക്കിയിട്ടില്ല. മറിയം ബീവിയുടെ മകൻ ആരാണ്? മസീഹ് ഈസാ അലൈഹിസ്സലാം. മകനെ ഞെക്കാതിരിക്കാനുള്ള കാരണം എന്താണെന്നറിയോ? അതിനുകൂടി വല്യമ്മ ചൊല്ലിയ ദിക്റാണ് കാരണം. മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ മോൻ ഈസാ നബി അലൈഹിസ്സലാമിനെ പോലും പിശാച് തൊടാതിരിക്കാൻ ആ ദിക്റിന്റെ കാവലാണ്. ഹന്നത്ത് ബീവി റളിയല്ലാഹു അൻഹ അന്ന് കുട്ടി ഉണ്ടായപ്പോ ചൊല്ലിയില്ലേ, വ ഇന്നി ഉഈദുഹാ, ഈ കുട്ടിക്ക് വേണ്ടി അല്ലാഹുവേ നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു, വദുർരിയതഹാ, ഈ കുട്ടിന്റെ സന്താന പരമ്പരകളെയും, മിനശ്ശൈത്വാനിർ റജീം, ശപിക്കപ്പെട്ട ശൈത്താനിൽ നിന്ന് നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു. ഈസാ നബി അലൈഹിസ്സലാമിന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല. മൂപ്പരിനി വരും, വന്നിട്ട് ഈ ഉമ്മത്തിൽ നിന്ന് കല്യാണം കഴിക്കും, അതിൽ നിന്ന് മക്കള് ജനിക്കും എന്ന് ഹബീബ് റസൂലുള്ളാഹി. അവർക്കുണ്ടാവും ആ കാവല്. കാലത്രായി ദിക്ർ ചൊല്ലിട്ട് ചൊല്ലേണ്ടതുപോലെ ചൊല്ലണം. എന്നാ മക്കൾ സന്താന പരമ്പരകൾക്കൊക്കെ കാവല് കിട്ടും. ഹന്നത്ത് ബീവി ചൊല്ലിയ ദിക്ർ കൊണ്ടാണ് ശൈത്താൻ അങ്ങോട്ട് അടുക്കാതിരുന്നത്. വേറെന്താ നിങ്ങൾ നോക്ക്, ഒറ്റ ദിക്റല്ലേ, വേറൊന്നുമില്ലല്ലോ. ഒറ്റ ദിക്റാണ് ഹന്നത്ത് ബീവി ചൊല്ലിയത്. ആ ഒറ്റ ദിക്ർ കാരണം മറിയം ബീവിയെ തൊടാൻ കഴിഞ്ഞില്ല.